PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മൾ ഇന്ന് നോക്കുന്നത് കണക്കിലെ ഒരു ടോപ്പിക്കാണ്. ഒത്തിരി പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ആൾജിബ്ര അഥവാ ബീജഗണിതം എന്ന് പറയുന്നത് കേട്ടോ. കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ്. എന്താണ് ആൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഈ വീഡിയോ വൃത്തിയായിട്ട് കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അതിന് ആദ്യം തന്നെ ആൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമ്മൾ വലിയ കാര്യമായിട്ട് എന്താണ് മാത്സിൻ്റെ രീതിയിൽ അങ്ങനെയല്ല പറയുന്നത്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായിട്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ കണക്ക് ഒട്ടും അറിയാത്തവർക്കും കൂടെ മനസ്സിലാവുന്ന ഭാഷയിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പം നമുക്ക് സാധാരണ രീതിയിൽ കൂട്ടാൻ അറിയാം അല്ലേ? 3 + 2 = 5 ഇങ്ങനെ എഴുതാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ഇടയ്ക്ക് ഓക്കെ വേരിയബിൾസ് എന്ന് പറയും. അങ്ങനെ പേരുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതെന്താണെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഞാൻ അത് പറയുന്നില്ല. ഇപ്പോൾ X, Y, Z, A, B ഇങ്ങനെയുള്ള ലെറ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ലെറ്റേഴ്സ് നമ്മുടെ ഈ സംഖ്യകൾക്ക് ഇടയിൽ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ആൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു തരാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഇവിടെ 3 + 2 = 5 എന്ന് ഉണ്ട്. ഇത് നമ്മുടെ സാധാരണ അരിത്തമാറ്റിക് ഓപ്പറേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു X-ഓ Y-ഓ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതെന്തായി? അത് ആൾജിബ്രയുടെ ഫോമിലോട്ട് മാറി. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ 3 + 2 = 5 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? ഇതിന് പകരം 3 + X = 5 എന്നാണെങ്കിലോ? അപ്പോൾ ഇവിടെ ഒരു X കയറി വന്നല്ലേ സംഖ്യയുടെ പകരം. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാം? ആൾജിബ്ര എന്ന് പറയാം. ഇതിപ്പോൾ ഒരു ബീജഗണിത രൂപത്തിലാണ് കിടക്കുന്നത്. ഒരു X കയറി വന്നില്ലേ? ആ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് വാരി ചെയ്യും. ഓക്കെ, മാറിക്കൊണ്ടിരിക്കും. എക്സിൻ്റെ വാല്യൂ എപ്പോഴും കോമൺ അല്ല, അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ വേരിയബിൾ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാം. എന്താണ് ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൾജിബ്ര എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ ഈ സംഖ്യകൾ ഇങ്ങനെ എഴുതി, അതിൻ്റെ ഇടയ്ക്ക് ഒരു X-ഓ Y-ഓ Z-ഓ അങ്ങനെയുള്ള ഒരു ലെറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് പറയാം? നമുക്ക് ആൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3 + 2 = 5 എന്ന് എഴുതാം. ഇവിടെ ആവുമ്പോഴോ 3 + X = 5 എന്നാണ് അല്ലേ? അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? X എന്താണെന്ന് അറിയില്ല, എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ എക്സിനെ അവിടെ തന്നെ നിർത്തുക. നമ്മൾ എക്സിൻ്റെ പ്രോബ്ലംസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, 2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ബേസിക് മുതൽ പറഞ്ഞു പോവാണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് X ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ എക്സിനെ ഇവിടെ തന്നെ നിർത്താം. നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ദെൻ ഈക്വൽ സൈൻ ഉണ്ട്, അത് അതുപോലെ എടുത്തെഴുതി. ഈക്വൽ സൈനിൻ്റെ അപ്പുറത്ത് എന്തുണ്ട്? 5 ഉണ്ട്, അതും അതുപോലെ എടുത്തെഴുതി.
എന്തുകൊണ്ടാണ് നമ്മൾ എക്സിന് ഇവിടെ നിർത്തി, ബാക്കിയുള്ളതൊക്കെ അതുപോലെ എടുത്തെഴുതി. ഇനി ഇവിടെ ഒരു കാര്യം ഉണ്ടല്ലോ, നമുക്ക് എക്സ് മാത്രമേ വേണ്ടല്ലോ. അപ്പോൾ എക്സിൻ്റെ കൂടെ നിൽക്കുന്ന സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, അപ്പുറത്തോട്ട് കൊണ്ടുപോകുക. അപ്പോൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഈക്വൽ സൈൻ ഇവിടെ ഉണ്ട്, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഈ പ്ലസ് സൈൻ ഈക്വൽ സൈനിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ അത് മൈനസ് ആയിട്ട് മാറും. ഇനി ഇവിടെ ഗുണനമാണെങ്കിൽ ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് ഹരണമായിട്ട് മാറും. ഇനി ഇവിടെ മൈനസ് ആണെങ്കിൽ അത് ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. ഇവിടെ ഹരണമാണെങ്കിൽ ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് ഗുണനമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. ഓൾജിബ്ര പഠിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ മൊത്തം കാര്യങ്ങൾ നിങ്ങൾക്ക് ബേസിക് അറിഞ്ഞാൽ മാത്രമാണ് ഓൾജിബ്രയിൽ വരുന്ന കാര്യങ്ങളും പ്രോബ്ലംസും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എക്സ് നമ്മൾ ഇവിടെ നിർത്തി, ഈക്വൽ സൈൻ ഇവിടെ ഇട്ടു, 5 അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എക്സിൻ്റെ കൂടെ നിൽക്കുന്ന ഈ 3നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ ഇവിടെ 3 നോക്കുക, 3ൻ്റെ ഇപ്പുറത്ത് വേറെ ചിഹ്നമൊന്നും ഇല്ല. അപ്പോൾ ഒരു ചിഹ്നവും ഇട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അത് പ്ലസ് ആണ് എന്നാണ്. മൈനസ് ആണെങ്കിൽ മൈനസ് എന്ന് ഇടും. അപ്പോൾ ചിഹ്നം ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ അത് പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ +3 ഇങ്ങോട്ട് പോകും അല്ലേ. അപ്പോൾ സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് എന്തായിട്ട് മാറും, മൈനസ് ആയിട്ട് മാറുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ +3 സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും, -3 ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് 5 -3 എന്ന് കിട്ടി. 5 - 3 എത്രയാണ്, 2 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 2. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് 3 + 2 = 5 കഴിഞ്ഞു. ഇത് നമുക്കറിയാം, 3ഉം 2ഉം കൂടെ കൂട്ടി 5 ആണ് എന്നുള്ളത്. അവിടെ ഒരു എക്സ് കൂടെ വന്നപ്പോൾ അത് എന്തായി, അത് ഓൾജിബ്രയായി, ബീജഗണിതമായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ട കാര്യം, എക്സിനെ ഒരു ഭാഗത്ത് നിർത്തുക, എക്സിൻ്റെ കൂടെയുള്ള സംഭവങ്ങളെയൊക്കെ അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, പ്ലസ് ആണെങ്കിൽ ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് മൈനസ് ആകും. ഇൻറ്റു ആണെങ്കിൽ ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് ഹരണമാവും. മൈനസ് ആണെങ്കിൽ അത് പ്ലസ് ആവും. ഹരണമാണെങ്കിൽ അത് ഗുണനമായിട്ട് മാറും. ഓക്കെ ആണല്ലോ. ഈ കാര്യങ്ങളൊന്നും കിട്ടിയില്ലേ. അടുത്തത് നോക്കുക, ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ ഇതുപോലെയുള്ള സ്റ്റെപ്സ് വരുമ്പോൾ ഇത് എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ് + എക്സ്, എക്സും എക്സും കൂടെ ചേർന്ന് എന്താണ്, നമുക്കറിയാം, ഒന്നും കൂടെ കൂട്ടിയ എന്താണ്, 1 + 1 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ ഒരു എക്സും കൂടിയിട്ടാണ് കൂട്ടുന്നത് അല്ലേ. ഒരു എക്സും പിന്നെ ഒരു എക്സും കൂടെ കൂട്ടി എന്താണ്, 2x അല്ലേ. ഈ എക്സ് വൈ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം നമുക്ക് അറിയാത്തൊരു കാര്യം. ഓക്കെ, ഇപ്പം എൻ്റെ കയ്യിൽ എന്താണ്, അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഒരു സാധനം ഉണ്ട് എന്ന് പറയുമ്പോൾ എന്ത് സാധനമാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്കൊരു പേര് കൊടുക്കണ്ടേ. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഒരു പേരാണ് എക്സ് എന്ന് പറയുന്നത്. അവിടെ വേറെ സംഭവം ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാത്തൊരു നമ്പർ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു നമ്പറും അടുത്തൊരു നമ്പറും കൂടെ കൂട്ടുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു എക്സും അടുത്തൊരു എക്സും കൂടെ കൂട്ടുമ്പോൾ എന്താണ്, ഒരു എക്സും വേറൊരു എക്സും കൂടെ കൂട്ടുമ്പോൾ 2x അല്ലേ. അപ്പോൾ 2x ആണ്. x + x എന്താണ്, 2x അല്ലേ. ഒരു എക്സും കൂടെ കൂട്ടിയ 2x ആണ്. മനസ്സിലായോ. അടുത്തത് x × x എന്താണ്, നമുക്കറിയാം. ഇപ്പോൾ 5 × 5 എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാം, 5² ആണ് അല്ലേ. 5² 5² എന്ന് പറഞ്ഞാൽ 5 × 5 ആണ്. 3² എന്ന് പറഞ്ഞാൽ 3 × 3 ആണ്. 9² എന്ന് പറഞ്ഞാൽ 9 × 9 ആണ്. അപ്പോൾ x × x എന്ന് പറയുന്നത് എന്താണ്, x² ആണ്. ഓക്കെ, x + x, ഒരു എക്സും കൂടെ കൂട്ടിയാൽ 2x ആണ്. അപ്പോൾ x + x എന്താണ്, 2x. x × x എന്ന് പറയുന്നത് എന്താണ്, x² ആണ്. ഓക്കെ, സ്ക്വയർ ആണ്, നമ്മൾ 2 തവണ ഗുണിക്കുന്നത്. ക്യൂബ് ആണെങ്കിൽ 3 തവണ. അപ്പോൾ അത് നമുക്ക് ഇപ്പം തന്നെ എഴുതാം, x × x എന്താണ്, x³ ആണ്. ഓക്കെ, ഇനി x + 2x എന്താണ്, നമ്മളിവിടെ പറഞ്ഞു ഒരു എക്സും കൂടെ കൂട്ടിയപ്പോൾ 2x ആണ്. ഇവിടെ എന്താണ്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ എത്ര എക്സ് ഉണ്ട്, 2x ഉണ്ട്. 1ഉം 2ഉം കൂടെ കൂട്ടി എത്രയാ, 3 ആണ്. അപ്പോൾ ഒരു എക്സും 2x കൂടെ കൂട്ടി എത്രയാണ്, 3x കഴിഞ്ഞു. ഓക്കെ, 3x ആണ്. മനസ്സിലായില്ലേ, വളരെ എളുപ്പമല്ലേ. അടുത്തത് നോക്കാം, x × 2x. ഇത് തെറ്റിക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ x
പ്ലസ് 2x കൂട്ടുകയാണ് ചെയ്തത് അല്ലേ. ഒരു എക്സും 2x കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 3x കിട്ടി. അടുത്തത് എക്സ് ഇൻറ്റു 2x. എക്സ് ഇൻറ്റു എക്സ് എന്താണ്? എക്സ് സ്ക്വയർ ആണ്. ഇവിടെ ഒരു 2 എക്സ്ട്രാ നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പം എന്ത് ചെയ്യുക? ഈ 2നെ അങ്ങനെ തന്നെ എഴുതുക. ഇവിടെ എക്സ് ഇൻറ്റു എക്സ് എന്താണ്? എക്സ് സ്ക്വയർ ആണ്. സോ 2x² എന്നുള്ളതാണ് ആൻസർ വരിക. ഇൻറ്റു ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആണ്. 2 അവിടെ നിൽക്കുന്നുണ്ട്, ആ 2നെ എടുത്ത് എഴുതി. അപ്പോൾ 2x². ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം, എക്സ് ഇൻറ്റു വൈ. എക്സ് ഇൻറ്റു വൈ എന്ന് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? എക്സ് വൈ ഇടയ്ക്ക് ചിഹ്നം ഒന്നും ഇട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻറ്റു എന്നാണ്. ഓക്കെ, എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു ആണ്. അല്ലെങ്കിൽ നമ്മൾ പ്ലസ് ആണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് എഴുതും. ഇനി എന്താണ്? ഹരിക്കലാണെങ്കിൽ എക്സ് ഹരിക്കണം വൈ എന്ന് എഴുതും. ഇനി മൈനസ് ആണെങ്കിൽ എക്സ് മൈനസ് വൈ എന്ന് എഴുതും. പക്ഷേ എക്സ് വൈ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് ഇൻറ്റു വൈ ആണ്. ഇൻറ്റു സൈൻ മിക്കവാറും നമ്മൾ ഓൾജിബ്രയുടെ എന്താണ് പ്രോബ്ലംസിലൊന്നും ഇട്ട് കാണാറില്ല. ഓക്കെ, അപ്പോൾ ഇൻറ്റു എന്ന് നമ്മൾ ഇട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഓക്കെ, സൈൻ ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഗുണിക്കലാണ്, ഇൻറ്റു ആണ്. എക്സ് ഇൻറ്റു വൈ ആണ് എക്സ് വൈ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? അപ്പോൾ ഒന്നുകൂടെ പറയാം, എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സും കൂടെ കൂട്ടിയാൽ 2x ആണ്. എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ x² ആണ്. എക്സ് പ്ലസ് 2x, ഒരു എക്സും 2xും കൂടെ കൂട്ടിയാൽ 3x ആണ്. എക്സ് ഇൻറ്റു 2x, 2 ഇവിടെ ഉണ്ട്. എക്സ് ഇൻറ്റു എക്സ് x², അപ്പോൾ 2x². എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് xy ആണ്. കിട്ടിയോ? അടുത്തത് നോക്കാം, എക്സിന് 6 എന്ന് പറയുന്ന വാല്യൂ, വൈക്ക് 3 എന്ന് പറയുന്ന വാല്യൂ ആണ് ഞാനിവിടെ തന്നിട്ടുണ്ട്. ഇനി ആ വാല്യൂ വെച്ചിട്ട് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കുഞ്ഞു കാര്യങ്ങളാണ്. ഇതൊന്ന് സോൾവ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഈസി ആയിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു തുടങ്ങാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ തന്നിട്ടുള്ള എല്ലാത്തിലും എക്സിന് 6ഉം വൈക്ക് 3ഉം ആണ് വാല്യൂ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം അല്ലേ. 6x പ്ലസ് 2y, 6x പ്ലസ് 2y. അപ്പോൾ ഇതിൽ എക്സിൻ്റെ വാല്യൂ 6 ആണ്, വൈയുടെ വാല്യൂ എന്താണ്? 3 ആണ്. അത് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. 6x എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ ആണെന്ന് അല്ലേ. എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ ആണെന്ന് പറഞ്ഞു. അപ്പോൾ 6x എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇടയിൽ സൈനൊന്നും ഇട്ടില്ലെങ്കിൽ 6 ഇൻറ്റു എക്സ് ആണ് അർത്ഥം. ഓക്കെ, 6 ഇൻറ്റു എക്സ് ആണ് അർത്ഥം. അപ്പോൾ 6 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്? 6 ആണ്. 6 ഇൻറ്റു 6 പ്ലസ് അല്ലേ, പ്ലസ് ചിഹ്നം അവിടെ ഉണ്ട്. ഓക്കെ, 6x എന്നാണ്. 6 ഇൻറ്റു എക്സ്, 6 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 6 ഇട്ട് കൊടുത്തു, പ്ലസ് 2y. 2y എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു വൈ ആണ് അല്ലേ, 2y. അപ്പോൾ 2 ഇൻറ്റു വൈ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ് വാല്യൂ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 3. ഓക്കെ, അപ്പോൾ 6 ഇൻറ്റു 6 എത്രയാണ്? 6 36 പ്ലസ് 2 ഇൻറ്റു 3 എത്രയാണ്? 2 3 6. ഓക്കെ, പ്ലസ് ഇവിടെ ചിഹ്നം നടുക്കുണ്ട്. നമ്മൾ ഇത് വേണം കേട്ടോ ചെയ്യാൻ, അല്ലാണ്ട് 6 ഇൻറ്റു 6 പ്ലസ് 2, 6 2 കൂടെ 8 അങ്ങനെ കൂട്ടി ചെയ്യരുത്. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന 6x ആണ്. 6 ഇൻറ്റു 6 അത് ആദ്യം ചെയ്യാം, 36 പ്ലസ് 2 ഇൻറ്റു 3, 2y എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 3 ആണ് 6. അപ്പോൾ 36ഉം 6ഉം കൂടെ കൂട്ടി എത്രയാണ്? 42 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ എക്സിന് 6ഉം വൈക്ക് 3 ഇട്ടാൽ ഇതിൻ്റെ ആൻസർ എന്താണ്? 6x പ്ലസ് 2y എന്ന് പറയുന്നത് നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്തു, ആൻസർ 42. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് സോൾവ് ചെയ്യുക. ഒന്നുകൂടെ നോക്കാം, x/3 പ്ലസ് y/3. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് 6 കൊടുക്കണം, വൈയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 3 കൊടുക്കാം. എക്സിൻ്റെ സ്ഥാനത്ത് 6 എന്നിട്ടു ഡിവൈഡഡ് ബൈ, ഇവിടെ 3 ഉണ്ട്, ആ 3നെ അതുപോലെ എഴുതി, പ്ലസ് ഉണ്ട്, പ്ലസ് എഴുതി. ഇനി വൈക്ക് 3 ആണ് കൊടുക്കേണ്ടത് അല്ലേ. വൈക്ക് 3 കൊടുത്തു, ഡിവൈഡഡ് ബൈ, താഴെ എന്തുണ്ട്? 3 ഉണ്ട്, ചെയ്തു. ഇനി നമുക്ക് ആൻസർ നോക്കാം. 6/3 എത്രയാണ്? 6/3, 3ൽ 3 ഒരു പ്രാവശ്യം പോകും, 6ൽ 3 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം പോകും. 2 3 ആണ് 6. അപ്പോൾ 2 അല്ലേ, ഇത് ചെയ്തപ്പോൾ 2. 3/3 ഏതൊരു സംഖ്യയും അതേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ കിട്ടുക? 1 ആണ് കിട്ടുക അല്ലേ. 3ൽ 3 ഒരു പ്രാവശ്യമല്ലേ പോവുക, 1 ആണ് കിട്ടുക. അപ്പോൾ 2ഉം കിട്ടി, ഇവിടെ 1ഉം കിട്ടി. 2 + 1 എത്രയാണ്? 3 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 6ഉം വൈയുടെ വാല്യൂ 3ഉം കൂടെ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ എത്ര കിട്ടി? x/3 പ്ലസ് y/3 = 3 എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് നോക്കാം, 3x - y.
അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് പറയുന്നത്, ഇതിന് വേരിയബിൾസ് എന്നൊക്കെ പറയുന്നത്. എക്സിൻ്റെ വൈയുടെ വാല്യൂസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ വേരിയബിൾസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കാം, 3x മൈനസ് വൈ. ഇവിടെ എക്സിന് വാല്യൂ വൈക്ക് വാല്യൂ ഇട്ട് കൊടുക്കണം. 3x എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ 3 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് എത്രയാണ് 6 മൈനസ് വൈയുടെ സ്ഥാനത്ത് എത്രയാണ്, വൈയുടെ സ്ഥാനത്ത് 3 ആണ്. ഓക്കെ, 3x എന്നുള്ളത് 3 ഇൻറ്റു 6 മൈനസ് വൈ എന്നുള്ളത് -3. വാല്യൂസ് ഇട്ട് കൊടുത്തു. ചെയ്യാം. 3 6 എത്രയാണ് 18 മൈനസ് 3. 18ൽ നിന്ന് 3 പോയാൽ എത്രയാണ് 15 എന്ന് നമുക്ക് ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ എക്സിന് 6 വൈക്ക് 3 ഇട്ട് കൊടുത്തു. നമ്മൾ ചെയ്തു. വാല്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായില്ലേ. അടുത്തത് നോക്കാം. അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു സെൻറ്റൻസ്, നമ്മൾ സാധാരണ സെൻറ്റൻസ് വായിച്ചു കഴിഞ്ഞിട്ട് അതിനെ എങ്ങനെയാണ് ആൾജിബ്രയുടെ ഫോമിലോട്ട് എഴുതുക, അല്ലെങ്കിൽ ബീജഗണിത രൂപത്തിലോട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എക്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്, 2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ചേർന്നിട്ട് കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എന്താണ് എന്നുള്ള സംഭവം മനസ്സിലാവും. ഓക്കെ, അതിനുശേഷം നമുക്ക് ബീജഗണിതത്തിൻ്റെ പാർട്ടിലുള്ള വീഡിയോസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ച് 10 കൊണ്ട് കൂട്ടിയപ്പോൾ 130 കിട്ടി. സംഖ്യ ഏതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമുക്ക് സാധാരണ ചോദ്യമായിട്ട് തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ബീജഗണിതത്തിൻ്റെ അല്ലെങ്കിൽ ആൾജിബ്രയുടെ രൂപത്തിലോട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ മാറ്റാം? ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാത്ത സംഖ്യ നമ്മൾ എന്തായിട്ട് എടുക്കണം? അറിയില്ല. അപ്പോൾ നമുക്ക് അതിനൊരു പേരിടണമല്ലോ. അപ്പോൾ ചുമ്മാ എക്സ് എന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ ആ സംഖ്യ എന്താണ്? എക്സ് ആണ്. അപ്പോൾ ഒരു സംഖ്യയെ എക്സിനെ 4 കൊണ്ട് ഗുണിച്ച്, ഈ സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ച് എന്ന് പറയുമ്പോൾ അപ്പം ഗുണിക്കുക, 4 കൊണ്ട് ഗുണിച്ച് എക്സ് ഇൻറ്റു 4 എഴുതിയോ? ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ച് 10 കൊണ്ട് കൂട്ടിയപ്പോൾ 4 കൊണ്ട് ഗുണിക്കുകയും ചെയ്തു, പിന്നെ എന്ത് ചെയ്തു? 10 കൊണ്ട് കൂട്ടുകയും ചെയ്തു. ഓക്കെ, 4 കൊണ്ട് ഗുണിച്ചു, 10 കൊണ്ട് കൂട്ടി. അപ്പോൾ എന്ത് കിട്ടി? 130 എന്ന് കിട്ടി എന്നാണ് പറയുന്നത്. ഓക്കെ, 130 കിട്ടി എന്ന് പറയുമ്പോൾ സമം 130. അപ്പോൾ ഇതിനെന്താണ് പറയുന്നത്? ഇതൊരു ഇക്വേഷൻ ആണല്ലേ. ഈക്വൽ സൈന് വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ഒരു സമവാക്യമാണ്. സമചിഹ്നം വന്നാൽ സമവാക്യമാണ്, അല്ലെങ്കിൽ ഇക്വേഷൻ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ച് 10 കൊണ്ട് കൂട്ടിയപ്പോൾ 130 കിട്ടി. എങ്ങനെയാണ് എഴുതിയത് മനസ്സിലായല്ലോ. എങ്കിൽ സംഖ്യ ഏതാണെന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആണല്ലോ. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എക്സിനെ ഒരു ഭാഗത്ത് നിർത്തുക എന്നുള്ളതാണല്ലേ. അപ്പോൾ നമുക്ക് എക്സിൻ്റെ ഇത് നമുക്ക് ഇവിടെ നിർത്താം. എക്സ് ഇൻറ്റു 4 എന്നുള്ളത് ഇവിടെ നിർത്താം. ദെൻ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ 10നെ അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ. അപ്പോൾ ഇവിടെ 130 ഇങ്ങനെയുണ്ട്. ഈ +10 എന്ന് പറയുന്നത് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? -10 ആവും അല്ലേ. നമ്മൾ പറഞ്ഞു സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് ഉണ്ടാവും, മൈനസ് ആവും. അപ്പോൾ 130 ഇവിടെയുണ്ട്, -10 ആയിട്ട് മാറി. അപ്പോൾ എക്സ് ഇൻറ്റു 4 എന്ന് പറയുന്നത് എന്താണ്? 130ൽ നിന്ന് 10 പോയാൽ 120 ആണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സ് ആണ്. അപ്പോൾ ആ എക്സിനെ അവിടെ തന്നെ നിർത്താം. ആദ്യം എന്ത് ചെയ്തു? എക്സിൻ്റെ ഒപ്പമുള്ള എക്സിൻ്റെ മൊത്തമായിട്ടുള്ള ടേമിനെ ഇവിടെ നിർത്തി, 10നെ മാത്രം അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ എന്ത് ചെയ്തു? എക്സിനെ മാത്രം നിർത്തുക. എക്സ് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ എക്സിനെ കണ്ടുപിടിക്കണം. എക്സ് ഇവിടെ നിർത്തി, 120 ഇവിടെയുണ്ട്. ഈ ഇൻറ്റു 4 സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ഇൻറ്റു എന്ന് പറയുന്നത് ഡിവിഷനായിട്ട് മാറും അല്ലേ. അപ്പോൾ 120 ഡിവൈഡഡ് ബൈ 4 എന്നായിട്ട് മാറും. 4. അപ്പോൾ ഇത് നമുക്ക് വെട്ടിച്ചുരുക്കാമല്ലോ. 4ൽ 4 ഒരു പ്രാവശ്യം, 12ൽ 4 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 3 4 അല്ലേ 12. അപ്പോൾ 30 എന്ന് വെച്ചാൽ എത്രയാണ് ആൻസർ? 30. എക്സിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? 30 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ബീജഗണിത രൂപത്തിലോട്ട്, ആൾജിബ്രയുടെ ഫോമിലോട്ട് നമുക്ക് തരുന്ന ഒരു ക്വസ്റ്റ്യൻ മാറ്റുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ ഒരു സംഖ്യ എക്സ് ആയിട്ട് എടുത്തു. 4 കൊണ്ട് ഗുണിച്ച് എന്ന് പറയുമ്പോൾ ഗുണിക്കണം 4. 10 കൊണ്ട് കൂട്ടിയപ്പോൾ +10, 130 കിട്ടി എന്ന് പറഞ്ഞപ്പോൾ സമം 130. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എക്സിനെയൊക്കെ ഒരു ഭാഗത്ത്, എക്സിൻ്റെ ടേമിനെയൊക്കെ ഒരു ഭാഗത്ത് നിർത്തി മറ്റുള്ളതൊക്കെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി എത്രയാണ്? 30 എന്ന് കിട്ടി. അടുത്തത് ഒന്നും കൂടെ നോക്കാം കേട്ടോ. നമുക്ക് ഒരു സംഖ്യയുടെ 2 മടങ്ങിനോട് 1 കൂട്ടിയപ്പോൾ 5 കിട്ടി. സംഖ്യ ഏത്? എങ്ങനെയാണ് എഴുതുക ബീജഗണിത രൂപത്തിൽ? ഒരു സംഖ്യയുടെ, നമുക്കൊരു സംഖ്യ അറിയില്ല, അപ്പം നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ഒരു സംഖ്യയുടെ
രണ്ട് മടങ്ങിനോട്, ഒരു സംഖ്യയുടെ രണ്ട് മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സംഖ്യേനെ 2 കൊണ്ട് ഗുണിക്കുക. 2 ഇൻറ്റു എക്സ്, അപ്പോൾ 2x. ഇനി 3 മടങ്ങാണെങ്കിൽ 3x, 4 മടങ്ങാണെങ്കിൽ 4x. ഓക്കെ ആണല്ലോ. അപ്പോൾ എത്ര മടങ്ങ് എന്ന് പറഞ്ഞാൽ അത്രയും കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു സംഖ്യയുടെ 2 മടങ്ങിനോട്, അപ്പോൾ എക്സ്, ഒരു സംഖ്യ എക്സ് ആണ്, അതിൻ്റെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എക്സ്, 2x. ഓക്കെ, അപ്പോൾ 2 മടങ്ങിനോട് 1 കൂട്ടിയപ്പോൾ എന്ന് പറയുമ്പോൾ +1 കൂട്ടിയപ്പോൾ എത്ര കിട്ടി എന്നാണ് പറയുന്നത്? 5 കിട്ടി, സമം 5. ഇക്വേഷനായി. ഒരു സംഖ്യയുടെ 2 മടങ്ങിനോട് 1 കൂട്ടിയപ്പോൾ 5 കിട്ടി. ഓക്കെ, അപ്പോൾ സംഖ്യ എന്താണ്? സംഖ്യ ഏതാണ്? എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സിൻ്റെ ടേമിനെ ഇവിടെ നിർത്തുക. 2x എന്നുള്ളത് ഇവിടെ തന്നെ നിർത്തുക. സമം ഇവിടെയുണ്ട്, 5 ഇവിടെ തന്നെ ഉണ്ട്. ഈ +1 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? 2xനെ മാത്രം ഇവിടെ നിർത്തി. +1 അപ്പുറത്തോട്ട് പോകുമ്പോൾ -1 ആവും. ഓക്കെ, അപ്പോൾ 2x ഈസ് ഈക്വൽ ടു 5ൽ നിന്ന് 1 പോയാൽ എത്രയാണ്? 4. ഓക്കെ, 2x എന്ന് പറയുന്നത് 4 എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. അപ്പോൾ എക്സിനെ ഇവിടെ നിർത്തി. 4 ഇവിടെ ഉണ്ട്. ഈ ഇൻറ്റു 2, 2x എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ് ആണ്. ഇൻറ്റു 2 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 2 ആകും. സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ 4/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 2 ആണ്. അപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് തന്നാൽ അതിന് ബീജഗണിത രൂപത്തിലോട്ട് മാറ്റുന്നത്. നമ്മൾ വായിക്കുന്ന കാര്യം അതുപോലെ എടുത്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അത് എഴുതാൻ നിങ്ങൾ എന്ത് ചെയ്യണം? കുറേ പ്രോബ്ലംസ് ഇങ്ങനെ നോക്കുക, അത് നിങ്ങൾ തന്നെ എഴുതി ശീലിക്കണം. ഓക്കെ, അപ്പോൾ അത് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എക്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ മുന്നേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.